ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം ആകാശം പോലെ. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം. ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മതി ആ വ്യക്തിയിലൂടെ വീട്ടിന്റെ അന്തരീക്ഷം മാറും. പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും ത്യാഗമെടുക്കാനും ഒരു മനസ്സ് കാണിച്ചോളൂ. അതുവഴി നിന്റെ വീട്ടിലെ അന്തരീക്ഷത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. അത് ലത്തീൻ റീത്തിലെ പരിശുദ്ധ കുർബാനയുടെ ആരംഭ ഭാഗത്തുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റും. പ്രാർത്ഥന ഇങ്ങനെയാണ്: സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. അറിയാലോ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണെന്നറിയോ? ആ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ആ ഉയർത്തിയ വലതുകരം നെഞ്ചത്തോട് ചേർത്തെ. ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പിഴ, ഒച്ചത്തിപ്പറ. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതത്ര അങ്ങോട്ട് ശരിയായില്ല. ഒന്നും കൂടെ പറയാം. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ വലിയ പിഴ. നമ്മുടെ വീട്ടിൽ എന്തുവാ പറയുന്നേ? നിന്റെ പിഴ, നിന്റെ പിഴ, നിന്റെ വലിയ പിഴ. നീയാണ് കാരണം, അല്ലെ? നിന്റെ കല്യാണം കഴിച്ച അന്ന് മുതൽ സമാധാനമില്ല. നീ ജനിച്ച അന്ന് മുതൽ ഈ വീട്ടിന് സ്വസ്ഥതയില്ല. നീ 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 നമ്മൾ ഇങ്ങനെ ഒരു മനുഷ്യന്റെ നേരെ വിരൽ ചൂണ്ടും ഓർത്തോണം, ബാക്കിയുള്ള എല്ലാ വിരലും നമ്മുടെ നെഞ്ചത്തേക്കാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും, എന്റെ സ്വഭാവത്തിൽ ഏതെല്ലാം മാറ്റങ്ങൾ ഞാൻ വരുത്തേണ്ടിയിരിക്കുന്നു, എന്റെ സ്വഭാവത്തിൽ ഏത് മേഖലയിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. രാജപുരംകാരെ, ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ചോദിക്കട്ടെ. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണോ? അല്ലേ? ചോദ്യം കേട്ടോ ചേച്ചിയെ, നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറയണോന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അടുത്തിരിക്കുന്നതൊക്കെ വീട്ടുകാരും അയൽവാസികളും. അവർക്ക് നമ്മുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. അതേ, നമുക്ക് തന്നെ അറിയാന്ന്. നമ്മുടെ ചില സമയത്ത് സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് തന്നെ അങ്ങോട്ട് പിടിക്കണില്ല. ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാർ ചോദിക്കും, നീ എന്താ ഇങ്ങനെ? നാട്ടുകാർ ചോദിക്കും, നീ എന്താ ഇങ്ങനെ? ഇടയ്ക്ക് നമുക്ക് തന്നെ തോന്നും, ഞാനെന്താ ഇങ്ങനെ, അല്ലേ? നമ്മുടെ സ്വഭാവം, നമ്മുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ചിന്തിക്കുക, എന്റെ സ്വഭാവത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് മാറ്റം വരുത്തേണ്ടത്? മറ്റുള്ളവരുടെ അല്ല, എന്റെ സ്വഭാവം. നമ്മുടെ ഒരു ആഗ്രഹം എന്താ? മറ്റുള്ളവരെ ശരിയാക്കിയിട്ട് വേണം ഞാൻ നന്നാവാൻ. അതെന്നാ?
നാളൊരു ഭാര്യയും ഭർത്താവും കൂടെ പോട്ട ആശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ എൻ്റെ ഭാര്യയെ നന്നായി ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു, എന്തിനാ ചേട്ടാ? അച്ഛൻ ഉപദേശിച്ചാൽ അവള് കേൾക്കും, അച്ഛൻ ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു, കാര്യം പറ. അച്ഛാ, ഞാൻ ദേഷ്യക്കാരനാണെന്ന് ഇവക്കറിയാമല്ലോ, അതനുസരിച്ച് അവള് പെരുമാറണ്ടേ. അവള് പെരുമാറുന്നില്ല അച്ഛാ. ആരാ ദേഷ്യക്കാരൻ? ഭർത്താവ്. ആർക്കാ മാറ്റം വേണ്ടത്? ഭാര്യയ്ക്കോ? ഇങ്ങനെ ഇരുന്നു. ഭാര്യയ്ക്കല്ലെന്ന്, ഭർത്താവിനാണ് മാറ്റം വേണ്ടത്, അല്ലേ? ഈ പ്രശ്നമുള്ള ആൾക്കല്ല മാറ്റം വേണ്ടത്. നമ്മുടെ ഒരു സ്വഭാവം എന്താ? മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് നന്നാക്കാം, മറ്റുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെ ശരിയാക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ അല്ല നന്നാക്കേണ്ടത്. ആദ്യം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ സ്വഭാവത്തെ നമ്മൾ നന്നാക്കണം. വലതുകരം തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞ്, എന്റെ സ്വഭാവം ഞാൻ നന്നാക്കണം. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടായി മാറ്റം. എന്റെ പ്രിയപ്പെട്ടവരെ, അവരെടുത്തൊരു നിലപാടാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി ഇതുപോലെ നീയും പ്രാർത്ഥിക്കാൻ നിലപാടെടുക്കുമ്പോൾ നിന്നിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കും. നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു വ്യക്തിയാണല്ലോ ലൂക്കാസ് വിശേഷം 19-ാം അധ്യായത്തിലെ സക്കേവൂസ്, അല്ലേ? ഏത് ധ്യാനത്തിന് പോയാലും കേൾക്കുന്നയാളാണ് സക്കേവൂസ്. സക്കേവൂസിനെ കുറിച്ച് എന്താ ബൈബിള് പഠിപ്പിക്കുന്നത്? സക്കേവൂസ് ഒരു മരത്തെ കയറിയിരുന്നു. ഏതു മരം? സിക്കമൂർ മരം. ഈശോ ആ വഴി വന്നപ്പോൾ സക്കേവൂസ് ഇരിക്കുന്നത് കണ്ട് ഈശോ എന്തു പറഞ്ഞു? സക്കേവൂസേ, നീ വളരെ കഷ്ടപ്പെട്ട് കയറിയിരിക്കുവല്ലേ, നീ അവിടെ ഇരുന്നോ, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെട്ടു. പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തു പറഞ്ഞു? നീ മരത്തിൽ നിന്ന് ഇറങ്ങി വരിക. ഇറങ്ങി വന്നപ്പോൾ ഈശോ എന്തു പറഞ്ഞു? സക്കേവൂസേ, നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി, എല്ലാം ഓക്കെ, നീ പൊക്കോ. പറഞ്ഞോ? ഇല്ലെന്ന്. ഈശോ സക്കേവൂസിനോട് പറഞ്ഞു, സക്കേവൂസേ, നമുക്ക് ഒരിടം വരെ പോകാം. എവിടെ? നിന്റെ വീട്ടിലേക്ക് പോകാം. കാരണം നീ വിഷമിച്ച് മരത്തെ കയറാനും കഷ്ടപ്പെടാനും അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം ഇരിക്കുന്നത് എവിടെയാ? അത് വീട്ടിലാണ് ഇരിക്കുന്നത്. അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. വചനം പഠിപ്പിക്കുന്നു, ഇതാ ഈശോയും സക്കേവൂസും ശിഷ്യന്മാരും എല്ലാവരും കൂടെ ഇതാ സക്കേവൂസിന്റെ ഭവനത്തിലെത്തി. ലൂക്കാസ് വിശേഷം 19-ാം അധ്യായം 8ഉം 9ഉം 8-ാം വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. നല്ല ഒന്നാന്തര ഒരു കാര്യം അവിടെ സക്കേവൂസ് വിളിച്ചു പറയുന്നുണ്ട്. കിട്ടിയോ? ലൂക്കാസ് വിശേഷം 19:8 വായിച്ചേ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു. ശ്രദ്ധിച്ചേ, സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തു. ഈ സക്കേവൂസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വായിക്കുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ? ഈശോ എഴുന്നേറ്റ് പറഞ്ഞു, ശബ്ദമുയർത്തി പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുകയാണ്. സക്കേവൂസ് എല്ലാവരും ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് പറഞ്ഞു, ദേ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നു. എന്താ തീരുമാനം? വായിച്ചേ. കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. അതായത് സക്കേവൂസ് പറഞ്ഞതിന്റെ കൃത്യം ഉത്തരം എന്താ? ഈശോയെ, ഇത്രയും നാളും ഞാൻ എന്റെ ജീവിതം പല കാര്യങ്ങൾ കൂടി, അതൊന്നും അല്ല സത്യം. ഈശോയെ, ഇനി എനിക്ക് നീ മാത്രം മതി. ഈശോയെ, നീ മാത്രം മതി. ഈ തീരുമാനം എടുത്ത സമയം, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എപ്പോഴാണോ സക്കേവൂസ് ആ കുടുംബത്തിന് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചത്, അപ്പോൾ തന്നെ ഈശോ ആ കുടുംബത്തിന് ഒരു കാര്യം സമ്മാനമായിട്ട് കൊടുത്തു. നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചേ, 9-ാം വചനം. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണ് രക്ഷ കിട്ടിയത്? ആ കുടുംബത്തിലെ ഒരംഗം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് കാണിച്ചപ്പോൾ ആ കുടുംബത്തിന് രക്ഷ കിട്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ
നിനക്കൊരു നിയോഗമുണ്ടെന്ന് ഈ ബൈബിൾ കൺവെൻഷൻ നിന്നെയും എന്നെയും പഠിപ്പിക്കുകയാണ്. നിന്നിലൂടെയാണ് നിന്റെ വീട് രക്ഷപ്പെടുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്നിലൂടെയാണ് നിന്റെ വീട് രക്ഷപ്പെടുന്നത്. നിന്നിലൂടെയാണെന്ന്. ചേട്ടന്മാർക്ക് പേടിയാണോ അടുത്തിരിക്കുന്നതിന് നോക്കാൻ? ഒന്നും ചെയ്യാല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നിന്നിലൂടെയാണ് നിന്റെ വീട് രക്ഷപ്പെടുന്നത് കേട്ടോ, നിങ്ങളിലൂടെയാണെന്ന്. അതേന്ന് നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാനോ? അതെ, ഞാൻ. എന്റെ പ്രാർത്ഥന, ഞാൻ എത്രത്തോളം ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് എന്റെ വീട്ടിൽ അഭിഷേകം സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു സുന്ദരമായിട്ടുള്ള ഒരു സംഭവം ഒന്ന് ശ്രദ്ധിച്ചോളൂ. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 15, 15-ാം അധ്യായം 22-ാം തിരുവചനം. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്റെ മകൾ അവിടെ ഉണ്ടോ? മകൾ അവിടെ ഇല്ല, മകള് വീട്ടിലാണ്. ഇതാ ഈശോയുടെ അടുക്കൽ ഒരമ്മ വന്ന് കരയുകയാണ്. എന്താണ് ഈശോട് പറയുന്നത്? ഈശോയെ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. കരച്ചിലോട് കരച്ചിൽ. ഒരമ്മ വന്ന് മകൾക്ക് വേണ്ടി കരയുന്നു. വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ 28-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 15-ാം അധ്യായം 28-ാം തിരുവചനം. സുന്ദരമായ ഒരു കാര്യം വചനത്തിൽ ശ്രദ്ധിക്കാം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കട്ടെ. നെക്സ്റ്റ് സെന്റൻസ് വായിച്ചോ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ആ സമയം മുതൽ. ഏത് സമയം മുതൽ? എപ്പോഴാണോ ഒരമ്മ വന്ന് മകൾക്ക് വേണ്ടി കരഞ്ഞത്, അപ്പോൾ മുതൽ. ഇത് കേൾക്കുമ്പോൾ ഓർത്തോണം, ആ വീട്ടിൽ ഒരമ്മയുണ്ടായിരുന്നു മകൾക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താനും ഒരമ്മ. ആ അമ്മയുടെ പ്രാർത്ഥനയിലൂടെയാണ് ആ മകൾ രക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഈ ത്യാഗമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയമായ ഒരു കൃപ അന്തരീക്ഷത്തിൽ വെളിപ്പെടുകയാണ്. ഇത് മനസ്സിലാക്കാൻ 3 ദൈവവചന ഭാഗങ്ങൾ നമ്മൾ ഈ രാത്രി പഠിക്കുന്നു. ഒന്ന്, അത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8, 9, 10 തിരുവചനങ്ങൾ. അമലേക്യർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്യരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചോണേ. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോൾ ഇസ്രായേൽക്കാർ വിജയിച്ചു. മോശയുടെ കൈകൾ താഴ്ന്നപ്പോൾ ഇസ്രായേൽക്കാർ തോറ്റു. ഇത് വായിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സാധാരണ ബുദ്ധിയിൽ ചിന്തിക്കും, ഇതെന്നാ പരിപാടിയാ? മോശ കൈകൾ ഉയർത്തുമ്പോൾ ഇസ്രായേൽക്കാർ വിജയിക്കുന്നു, മോശയുടെ കൈകൾ താഴുമ്പോൾ ഇസ്രായേൽക്കാർ തോൽക്കുന്നു. ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇസ്രായേൽ ജനത കടന്നുപോയ വഴികളിലൊക്കെ ഈ അത്ഭുതം അടയാളം കണ്ടുകൊണ്ടാണ് അവർ സഞ്ചരിച്ചത്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ കുറിച്ചാണ് ബൈബിള് പറഞ്ഞിരിക്കുന്നത്, അമലേക്യർ. ആരാണ്? അമേരിക്കക്കാരോ? അമലേക്യർ പറഞ്ഞേ, അമലേക്യർ പറഞ്ഞേ. ഈ അമലേക്യരുടെ പരിപാടി എന്നാന്നറിയാവോ? അമലേക്യര് ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽക്കാരെ ആക്രമിക്കും, അവരെ ശല്യപ്പെടുത്തും, അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്തോണം, എന്നെയും നിന്നെയും ഇതുപോലെ ആക്രമിക്കുന്ന, ചൊറിയുന്ന,
നശിപ്പിക്കാൻ വരുന്ന ചില അമലേക്കർ ഉണ്ട്. ശരിയാണോ? യെസ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ഇങ്ങോട്ട് നോക്കൂ. നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന, നിന്നെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്ന ചില അമലേക്കരുണ്ടെന്ന്. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ അസ്വസ്ഥതയും ഭാരവും ഒക്കെ ഉണ്ടാകുമ്പോ എന്തു ചെയ്യുന്നു? മോശ പറയുന്നു, മോശയും അഹറോനും ഹൂറും 3 പേര് മലമുകളിലേക്ക് പോയി. ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, മലമുകൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഇടമാണ്. മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. താഴ്വാരത്ത് ജോഷുവയുടെ നേതൃത്വത്തിൽ യുദ്ധം. ബൈബിളിൽ പറയുന്ന വചനം എന്താണ്? മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം ആര് വിജയിച്ചു? ഇസ്രായേൽ വിജയിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മോശ കൈകൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു. കൈകൾ താഴ്ന്നപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നതിന് ഒരു ആത്മീയ അർത്ഥമുണ്ട്. ശരീരത്തിൽ ത്യാഗമെടുക്കുന്നതും പരിത്യാഗ പ്രവൃത്തി ചെയ്യുന്നതും ആത്മീയ മേഖലയിൽ വലിയ ഒരു ദൈവികമായ ഇടപെടലിന് ഇടവരുത്തും. ശരീരവും ആത്മീയ ലോകവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശരീരവും ആത്മീയ ലോകവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. മോശ കൈകൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മോശ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചുവെന്നാണ്. എല്ലാവരും 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാലോ? നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നിവർത്തി ഉയർത്തിപ്പിടിക്കാൻ, അല്ലേ? ഇപ്പൊ ഉയർത്തുമ്പോ തന്നെ എന്തൊരു വിഷമ. ഉയർത്തുമ്പോ തന്നെ വല്ലാത്ത വിഷമവും സങ്കടവും ഭാരവും ഒക്കെ വരും, അല്ലേ? എത്ര നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റും? ഒരല്പസമയം കഴിയുമ്പോൾ നമ്മൾ വിഷമിക്കും. കൈകൾ താഴ്ത്തിക്കേ. കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. മോശ ഇതുപോലെ കൈകൾ ഉയർത്തിയപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചു. കൈകൾ താഴ്ത്തിക്കേ. ഇസ്രായേൽ ജനം തോറ്റു എന്നതിന്റെ അർത്ഥം, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ത്യാഗമെടുത്ത് മോശ പ്രാർത്ഥിച്ചപ്പോൾ, മോശയുടെ ശരീരത്തിന്റെ ഒരു ത്യാഗം ഉയർന്നപ്പോൾ സ്വർഗം തുറന്ന് ദൈവദൂതന്മാർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പടവെട്ടാൻ ഇറങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ പഠിക്കണം, നിന്റെ കുടുംബത്തിനു വേണ്ടി നീ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ സ്വർഗദൂതന്മാർ ഇതാ നിനക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങും. ഹല്ലേലൂയാ. സ്വർഗം നിനക്ക് വേണ്ടി നിലകൊള്ളും. സ്വർഗം നിനക്ക് വേണ്ടി നിലകൊള്ളും. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, സ്വർഗം നിനക്ക് വേണ്ടി നിലകൊള്ളും. പറഞ്ഞു കൊടുത്തേ. സാരപ്പെട്ട കാര്യമല്ല. സ്വർഗം നിനക്ക് വേണ്ടി നിലകൊള്ളും. സ്വർഗം എനിക്ക് വേണ്ടി നിലകൊള്ളും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ആരെന്നെ സഹായിക്കാൻ, ആർക്കെന്നെ മനസ്സിലാകും, അല്ലേ? ചില വിഷമങ്ങളിലൂടെ പോകുമ്പോൾ നമ്മുടെ കണ്ണുനീരു സങ്കടം അതാണ്. ആർക്കെന്നെ മനസ്സിലാകും, ആരെന്റെ കൂടെ നിൽക്കും? ഞാൻ ഒറ്റയ്ക്കാണ്. നീ ഒറ്റയ്ക്കല്ലെന്ന്. നീ ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുന്നതനുസരിച്ച് നിനക്ക് വേണ്ടി സ്വർഗം ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കും. വിശ്വസിക്കുന്നവര് വലതുകര ഉയർത്തി ഒച്ചത്തിൽ ഒരു ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ ഇത് സംഭവിക്കുകയാണ്. ഏറ്റെടുത്തോണം. ഇത് നമ്മുടെ കൂട്ടായ്മയിൽ സംഭവിക്കണം. ഇവിടെ നിങ്ങൾ വന്നതൊക്കെ ത്യാഗമെടുത്ത് വന്നതാ. ആർക്കും പണിയില്ലാത്തവരൊന്നും അല്ല. വളരെ കഷ്ടപ്പെട്ട് ത്യാഗമെടുത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഇവിടെ വന്നിട്ടുള്ള ഈ ശുശ്രൂഷയിലുള്ള പങ്കാളിത്തം വഴി നിന്നിലൂടെ ചില കാര്യങ്ങൾ നിന്റെ വീട്ടിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തെ തിരുവചന ഭാഗം ദാനിയേലിന്റെ പ്രവചനം, ബുക്ക് ഓഫ് ദാനിയേൽ. നല്ല സുന്ദരമായൊരു വചനഭാഗം. 14 അധ്യായങ്ങളുള്ള ദാനിയേലിന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 2-ാം തിരുവചന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. കണ്ടോ, ശ്രദ്ധിച്ചേ. ദാനിയേൽ പറയും, ഇതൊക്കെ എനിക്ക് ചെയ്യാം, ഇതൊക്കെ എനിക്ക് ആസ്വദിക്കാം, ബട്ട് ഞാൻ ഇത് വേണ്ടാന്ന് വെക്കുന്നു. എനിക്ക് സുഖകരമായത് ഭക്ഷിക്കാം, പക്ഷെ വേണ്ടാന്ന് വെക്കുന്നു. ഞാൻ ശരീരത്തിൽ ഒരു ത്യാഗമെടുക്കുന്നു. നിങ്ങൾ ശരീരത്തിൽ ഒരു ത്യാഗമെടുക്കുമ്പോൾ നിന്നിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കും.
ഡിസംബർ 2-ാം തീയതി ഒരപ്പൻ പോട്ടാശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണേ. 10ാം ക്ലാസ് വരെ അൾത്താര ശുശ്രൂഷകനായിരുന്നു എന്റെ മകൻ. ഇപ്പൊ പള്ളി കയറുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്ന് മാത്രമല്ല അച്ഛാ, അവനിപ്പൊ കൂട്ടുകാരുടെ കൂട്ടത്തിൽ മദ്യം, അതോടൊപ്പം തന്നെ ചില തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുന്നു. അച്ഛാ എന്റെ മകനെ രക്ഷിക്കണം. അച്ഛാ നല്ല മിടുക്കനായിരുന്നു. ചെറുപ്പത്തിൽ ചിലരൊക്കെ പറഞ്ഞ് ഇവൻ അച്ഛനാകാൻ പോകും, വൈദികനാകും. അച്ഛാ ഇപ്പൊ അവന്റെ അവസ്ഥ കാണണം. രാത്രിയിൽ എപ്പോഴെങ്കിലും കയറി വരും, എന്നിട്ട് പകല് കുറെ കിടന്നുറങ്ങും, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ പോകും. അച്ഛാ പേടിയാകുന്ന അച്ഛാ. ഞാൻ ചോദിച്ചു, അപ്പാ അപ്പൻ മകന് വേണ്ടി എന്ത് ത്യാഗം എടുക്കുന്നു? അതിപ്പോ അച്ഛാ ഞാൻ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഓർക്കും. പോരെന്ന്, അത് സാധാരണപ്പെട്ട കാര്യം. നിന്റെ മകന് വേണ്ടി നീ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പോൾ അപ്പനൊന്നും പറഞ്ഞില്ല. ഞാനപ്പോൾ അപ്പനോട് പറഞ്ഞു, അപ്പാ ഒരു കാര്യം ചെയ്യൂ, അപ്പന്റെ മദ്യപാനശീലം അങ്ങ് ഒഴിവാക്കാമോ? ആ പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛാ 25 നോമ്പാ ഞാൻ കുടിക്കുന്നില്ല. ഡിസംബർ 2-ാം തീയതി പറഞ്ഞതാ. അച്ഛാ ഞാനേ 25 നോമ്പാ ഒന്നും കുടിക്കുന്നില്ല, ഞാൻ മദ്യം നിർത്തി. എത്ര ദിവസത്തേക്ക്? 25 ദിവസത്തേക്ക്. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാ വന്നിരിക്കുന്നത്? മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന അപ്പൻ. ഞാൻ ചോദിച്ചു, മകൻ രക്ഷപ്പെടണോ? അപ്പൻ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പൻ ത്യാഗമെടുത്താൽ മകനിൽ അത് വ്യക്തമായി അത് അടയാള സഹിതം സംഭവിക്കും. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നതാ ഉദ്ദേശിക്കണേ? ഞാൻ പറഞ്ഞു, ചേട്ടന്റെ മദ്യപാന ശീലം മൊത്തം നിർത്തണം. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനങ്ങനെ വലിയ ശല്യമൊന്നും ഇല്ലല്ലോ, എൻ്റെ ഒരു കൊച്ചു രസം, ഒരു കൊച്ചു സന്തോഷം, ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കുടിക്കും, അത്രയല്ലേ ഉള്ളൂ, അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ടെന്ന്. ഇതൊരു തിന്മയാണോ? ആ തിന്മയല്ലേ, ആ തിന്മയുടെ ശക്തി അത് നിന്റെ വീട്ടിൽ ഇങ്ങനെ വ്യാപരിക്കും. അപ്പനൊരു തീരുമാനമെടുത്ത് ത്യാഗമെടുത്താൽ അപ്പനിലൂടെ അത് വീട്ടിൽ അനുഗ്രഹമായിട്ട് മാറും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു തീരുമാനമെടുക്കുന്നു. എൻ്റെ വീട്ടിലുള്ള കുപ്പിയൊക്കെ ഞാൻ പൊട്ടിച്ചു കളയും. എന്ന് മാത്രമല്ല, ഞാൻ ഇനി മദ്യപിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൻ മകന് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമെന്നറിഞ്ഞുകൂടാ, ജനുവരി മാസം 2-ാമത്തെ താമസിച്ചുള്ള ധ്യാനത്തിന് പോട്ടാശ്രമത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മകൻ, ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഇദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ വന്നു. ഈ മകനെ ഞാൻ നോക്കി. ആ മകൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കാനുണ്ട്. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ അപ്പന്റെ അമ്മയുടെയും കൂട്ടത്തിൽ ധ്യാനത്തിന് വന്നത്? അച്ഛാ ഞാൻ തീരുമാനമെടുത്ത് വന്നതാ. മകൻ. ഞാൻ ചോദിച്ചു, എന്തേ തീരുമാനം എടുക്കാൻ കാരണം? അച്ഛാ കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ അപ്പനിൽ പ്രകടമായ ചില മാറ്റങ്ങൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ത്യാഗമെടുക്കുന്നു. അച്ഛാ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി രാത്രികാലങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അച്ഛാ എൻ്റെ അപ്പന്റെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു ദുശീലം എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. അച്ഛാ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെയാ ഞാൻ വീട്ടുകാരുടെ കൂട്ടത്തിൽ വന്നത്. അച്ഛാ ഇനി ഞാൻ വഴിതെറ്റി പോവില്ല, ഇനി ഞാൻ കുടിക്കുകയില്ല. അപ്പൻ ത്യാഗമെടുത്തപ്പോൾ മകനിൽ അത് അനുഗ്രഹമായിട്ട് മാറി. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്, കരങ്ങൾ ഉയർത്തി ഒന്ന് കൈയടിച്ച്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് വിശ്വസിച്ചുകൊള്ളൂ. ദാനിയേൽ എന്ന ഞാൻ ഇതാ 21 ദിവസത്തേക്ക് ഒരു തീരുമാനമെടുത്തെന്ന് ബൈബിളിൽ പറയുമ്പോൾ എനിക്കിതൊക്കെ ആസ്വദിക്കാം, ചെയ്യാം, ആരും ഒന്നും പറയത്തില്ല. പക്ഷേ അത് വേണ്ടാന്ന് ഞാൻ വെക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. 10-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. കണ്ടോ, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേൽ. എങ്ങനെയാ പ്രിയങ്കരനായത്? ആ വ്യക്തി എടുത്തൊരു തീരുമാനം, ആ വ്യക്തിയുടെ തീരുമാനം അത് ആ വ്യക്തിയുടെ കുടുംബത്തിലേക്ക് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാം തിരുവചനം. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. യെസ്, പ്രിയപ്പെട്ടവരെ, വചനഭാഗം നമ്മൾ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈശോ പറയാണ്, ഈ വർഗം പുറത്തു പോകണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമേ ഈ വർഗം പുറത്തു പോവുകയുള്ളൂ. രണ്ട് കാര്യങ്ങൾ. ഈ വർഗം പുറത്തു പോകണമെങ്കിൽ, ഈ വർഗം എന്ന് പറയുന്നത് സാത്താനെ കുറിച്ചാണ്. സാത്താൻ പുറത്തു പോകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ: ഉപവാസവും പ്രാർത്ഥനയും. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ത്യാഗമെടുക്കുന്നതനുസരിച്ച് നമ്മിൽ ദൈവീക ഇടപെടലുകൾ സംഭവിക്കും. സാത്താൻ പുറത്തു പോകും, പൈശാചികമായ ബന്ധനം വിട്ടുമാറും. നിന്റെ കുടുംബത്തിൽ അഭിഷേകം വേണമെങ്കിൽ കുടുംബത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു തീരുമാനം, കാലങ്ങളായുള്ള ചില തിന്മകൾ വിട്ടുപോകണമെങ്കിൽ, നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അടിക്കടി അപകടങ്ങൾ, ചില കുടുംബങ്ങൾ അടിക്കടി മരണങ്ങൾ, ചില പീഡകൾ, എത്രയൊക്കെ അധ്വാനിച്ചിട്ടും കുടുംബത്തിൽ മിച്ചം കിട്ടുന്നില്ല, വിവാഹ തടസ്സം, കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം, സ്ഥലം വിൽപ്പനയോടുള്ള ബന്ധം, പല തരത്തിലുള്ള തകർച്ചകൾ അനേക കുടുംബങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ പൈശാചിക പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു മാർഗം ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ചേ. ഇങ്ങനെ വിളിച്ചോണം കേട്ടോ, ഈശോ എന്ന് വിളിച്ചോണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ ഒന്ന് വിളിച്ചേ. ഈശോ. അല്പം കൂടെ ഒച്ചത്തി വിളിച്ചേ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ പ്രാർത്ഥനകൾ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറും. ഈ രാജപുരം കൺവെൻഷൻ കർത്താവ് നിന്റെ മുമ്പിൽ ഒരുക്കിക്കൊണ്ട് പറയാണ്, നിന്റെ ഈ കാലഘട്ടത്തിൽ നിന്റെ പ്രാർത്ഥനാ ശക്തിയാണ് ഉയരേണ്ടത്. നിന്നിലൂടെയാണ് ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൂന്നാമത്തെ ദൈവവചനം അത് യേശുവിനെ കുറിച്ചുള്ളതാണ്. ലൂക്കാസ് വിശേഷം 22-ാം അധ്യായം അതിന്റെ 39-ാം തിരുവചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 22, 22-ാം അധ്യായം അതിന്റെ 39-ാം തിരുവചനം. അതായത് ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗമാണ് 39-ാം തിരുവചനം. ഈശോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന്റെ 42-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോനെ ശക്തിപ്പെടുത്താൻ ഒരു സ്വർഗദൂതൻ ഇന്ന് ഇറങ്ങുകയാണ്. എപ്പോഴാണെന്നറിയോ? യേശു രക്തം വിയർത്തു പ്രാർത്ഥിച്ചപ്പോൾ. ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. എപ്പോഴാ ഒരു മനുഷ്യൻ രക്തം വിയർപ്പായി മാറുന്നത്? അത്രമേൽ കഠിനമായ മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ അവന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളുകളിലൂടെ രക്തം ഇറ്റിറ്റു വരും. ശരീരത്തില് രക്തം ഇറ്റുവരുമ്പോൾ ഓർത്തോണം, അത്രമേൽ മാനസികമായ സംഘർഷത്തിലൂടെ ആ വ്യക്തി കടന്നു പോവുകയാണ്. ഈശോ അത്രമേൽ ശരീരത്തിൽ ഒരു ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വചനം പഠിപ്പിക്കുന്നു, സ്വർഗദൂതൻ ആ വീട്ടിൽ ഇറങ്ങി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എൻ്റെ പ്രിയരെ, ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മോട് വചനം പഠിപ്പിക്കുകയാണ്, എനിക്ക് ചില ദൗത്യങ്ങളുണ്ട്. നന്നായി പ്രാർത്ഥിക്കാൻ, കണ്ണുനീരൊഴുക്കാൻ, ദൈവസന്നിധിയിൽ വിലപിക്കാനുള്ള ഒരു ദൗത്യം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വചനത്തിൽ പഠിപ്പിച്ചതുപോലെ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ സ്വഭാവത്തിൽ ശക്തി, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി. നമ്മുടെ പ്രാർത്ഥനാ മേഖലയിൽ ശക്തി, നമ്മിലൂടെ നമ്മുടെ വീട്ടിൽ അത് സംഭവിക്കപ്പെടും. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു.